£446 മില്യൺ. £446 മില്യൺ ഉണ്ടായിരുന്നെങ്കിൽ റയലിന് എന്തോരം സൂപ്പർ സ്റ്റാർസിനെ വാങ്ങിക്കൂട്ടാമായിരുന്നു. £446 മില്യൺ ഉണ്ടായിരുന്നെങ്കിൽ ബാഴ്സക്ക് എന്തോരം കടങ്ങൾ വീട്ടാമായിരുന്നു. £446 മില്യൺ ഉണ്ടായിരുന്നെങ്കിൽ PSG എന്തോരം നഷ്ടപരിഹാരം കൊടുക്കാമായിരുന്നു. അല്ലേലും പഴമക്കാരുടെ വാക്ക് തെറ്റാറില്ല. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല. ഇന്നാണെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം, ആള് കൂടിയാൽ ലിവർപൂൾ ജയിക്കില്ല. ഉള്ളതൊക്കെയും ചിലവാക്കി കിട്ടുന്നവരെയൊക്കെയും വാങ്ങിക്കൂട്ടി. ഹ്യൂഗോ എക്കിറ്റിക്കെ, അലക്സാണ്ടർ ഇസാക്, ഫ്ലോറിയൻ വിറ്റ്സ്, മിലോസ് കെർക്കസ്, ജെറമി ഫ്രിംപോങ്, അങ്ങനെ വലുതും ചെറുതുമായി ആ ലിസ്റ്റിന് നീളമേറെയാണ്. പക്ഷേ ഈ സീസണിൽ ലിവർപൂളിനെ തോൽപ്പിച്ചവരുടെ ലിസ്റ്റിന് അതിലേറെ നീളമുണ്ട്. ക്രിസ്റ്റൽ പാലസ്, ചെൽസി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ബ്രെൻഫോർഡ്, മാഞ്ചസ്റ്റർ സിറ്റി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ഇതിനൊക്കെ പുറമെ തുർക്കി ക്ലബ്ബ് ഗലറ്റസറായും കൊടുത്തു ചാമ്പ്യൻസ് ലീഗിൽ ഒരെണ്ണം. പെസ്സിലെ പോലെ ഒരു ഡ്രീം 11 കളിക്കാൻ ഇറങ്ങുക. തോൽക്കുമെന്ന് തോന്നിയ കളികളൊക്കെയും ജയിക്കുക. ജയിക്കുമെന്ന് ഉറപ്പിച്ച കളികളൊക്കെയും കൊണ്ടുപോയി തുലക്കുക. സീസണിൽ ഇതുവരെയുള്ള ലിവർപൂളിലെ പ്രകടനത്തെ ഒറ്റ വരിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ലൈനപ്പ് കണ്ടാൽ ആരും ഭയക്കുന്ന ഈ ടീം ഇപ്പോൾ ആരും കൊതിക്കുന്ന ടീമായി മാറി. വന്നവനും പോകുന്നവനുമൊക്കെയും 3 പോയിന്റുമായി മടങ്ങുന്നു. ഒന്നുകിൽ ജയം, അല്ലെങ്കിൽ തോൽവി. സമനില പിടിക്കാമെന്ന് കരുതി ആരും വരണ്ട. എന്നാലും ഈ ടീമിനോട് റയൽ മാഡ്രിഡ് എങ്ങനെ തോറ്റു എന്നത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ ഇരിക്കട്ടെ, ലിവർപൂളിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഗോൾ കീപ്പർമാരുടെ ഇൻകൺസിസ്റ്റൻസി തലവേദനയാവുന്നു എന്നാണ് ഒരു വാദം. അത് ഡിഫൻസിൽ പ്രോപ്പർ ബാക്കപ്പ് ഇല്ലാത്തതിനാലാണെന്ന് വേറൊരു പക്ഷം. മെക്കാലിസ്റ്റർ ഫോമായിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂന്ന് ചിലർ. ഫ്ലോറിയൻ വിറ്റ്സ് ഫ്ലോപ്പായതാണ് ഇഷ്യൂ എന്ന് മറ്റു ചിലർ. സലാഹിനെ പ്രായത്തിൻ്റെ അവശതകൾ ബാധിച്ചു എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ സ്ലോട്ടിനൊരു പ്രോപ്പർ പ്ലാൻ ഇല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നമെന്നാണ് ഭൂരിപക്ഷവാദം. ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ പ്രശ്നം. സീസണിൻ്റെ ആദ്യ ആഴ്ചകളിൽ മാത്രം കേട്ടിരുന്ന പ്രതിഭാസമായിരുന്നു സ്ലോട്ട് ടൈം. പഴയ ഫെർഗി ടൈമിനെ അനുസ്മരിപ്പിക്കുന്ന സ്ലോട്ടാഷൻ്റെ പുതിയ ടാറ്റിക്സ്. ബോൺമൗത്തിനെതിരെ കിയേസ, ന്യൂകാസിലുമായി റിയോ എങ്കുമോഹ, ബേൺലിക്കെതിരെ സല, അത്ലറ്റിക്കോയുടെ വാൻഡൈക്ക്. ഓരോ മത്സരത്തിലും ക്രൂഷ്യൽ മൊമെൻറ്റിൽ മാച്ച് വിന്നർമാരാവാൻ ഓരോ താരങ്ങൾ. ഒരു ക്ലാസിക് ത്രില്ലർ സിനിമ പോലെയായിരുന്നു സീസണിൻ്റെ തുടക്കത്തിലെ ലിവർപൂൾ പോരാട്ടങ്ങൾ. പതിയെ പതിയെ അത് ഹൊറർ മൂഡിലേക്ക് മാറി. ഇടയ്ക്കിടെ ഓരോ ജംസ്കെയറുകൾ വന്നു തുടങ്ങി. ക്രിസ്റ്റൽ പാലസിൽ എഡി എൻഗെറ്റിയെ, ചെൽസിക്ക് വേണ്ടി എസ്താവോ വില്യൻ, യുണൈറ്റഡിനായി ഹാരി മഗ്വയർ. യൂനോ റിവേഴ്സ് പോലെ സ്ലോട്ട് ടൈം പണികൾ ലിവർപൂളിനും കിട്ടി. 17-കാരൻ റിയോ എങ്കുമോ മുതൽ 33-കാരൻ മുഹമ്മദ് സലാ വരെയുള്ളവരുള്ള ലിവർപൂൾ മുന്നേറ്റം ഈ സീസൺ പ്രീമിയർ ലീഗിൽ ഇതുവരെ അടിച്ചത് വെറും 18 ഗോളാണ്. അതായത് ഒരു മത്സരത്തിൽ ആവറേജ് 1.5 ഗോൾ. ഈ സീസണിന് മുമ്പുള്ള ലിവർപൂളിൻ്റെ എക്സ്പെക്റ്റഡ് ഗോൾ റേഷ്യോയുമായി കമ്പയർ ചെയ്യുമ്പോൾ ശരാശരിയിലും താഴെ. ബിറ്റ്സിനും എക്കിറ്റിക്കും പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ആവാൻ ടൈം കൊടുക്കണമെന്ന് പറയാം. പക്ഷേ കളിക്കുന്നെങ്കിൽ ലിവർപൂളിന് വേണ്ടി മാത്രമെന്ന് ശബ്ദമെടുത്ത ഇസാക്കിൻ്റെ കാര്യമോ? നാളിതുവരെ നേടിയത് ഒരൊറ്റ ഗോള്. ആ ടൂർണമെൻറ്റിലാണെങ്കിൽ ലിവർപൂളിന് ഇനി കളിയുമില്ല. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും 100% ക്ലീൻ ഷീറ്റ് നിലനിർത്തുന്ന ഇസാക്കിനെ കാണുമ്പോഴാണ് പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ഡാർവിൻ ന്യൂനസിൻ്റെ മഹത്വം പല ലിവർപൂൾ ആരാധകരും ഓർക്കുന്നത്. ഒന്നില്ലെങ്കിലും ഈ സമയം കൊണ്ട് ന്യൂനസ് മിനിമം 3-4 ഗോളെങ്കിലും അടിച്ചേനെ. വാങ്ങാവുന്നവരൊക്കെയും വാങ്ങി. പക്ഷേ സ്ലോട്ടാഷൻ്റെ ടീം ഡിഫൻഡർമാരെ വാങ്ങാൻ മറന്നുപോയി. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനം വരെ മാർഗോയി എന്ന ഒറ്റ പേരിൽ അള്ളിപ്പിടിച്ചിരുന്ന ലിവർപൂളിനെ ഡെഡ്ലൈൻ ഡേയിൽ ക്രിസ്റ്റൽ പാലസ് ആദ്യ കൊട്ടുകൊട്ടി. പിന്നെ പ്രീമിയർ ലീഗിലും പിന്നാലെ EFL കപ്പിലുമായി കൊട്ടോട് കൊട്ട്. സെൻട്രൽ ബാക്ക് റോളിലേക്ക് ടീമിലെത്തിച്ച ഇറ്റാലിയൻ താരം ജിയോവാനി ലിയോണയാകട്ടെ പരിക്കേറ്റ് പുറത്താവുകയും ചെയ്തു. ഏതായാലും ജനുവരിയിൽ ലിവർപൂൾ ക്യാഷ് ഇറക്കിയ ഒരു സെൻട്രൽ ബാക്കിനെ വാങ്ങണം. മുൻ താരം ജാമി കാരഗറുടെ നിരീക്ഷണം ഇങ്ങനെയാണ്. ശരിയാണ്, ഒരു വാൻഡൈക്കും കൊനാട്ടയും ജോഗോമസും വെച്ച് എത്ര നാൾ ഈ ടീം ഓടും? ഫുട്ബോൾ ചില സമയത്ത് അങ്ങനെയാണ്. സ്റ്റാർ പരിവേഷത്തിൻ്റെ ഗമയിലെത്തുന്ന ടീമുകൾക്ക് പലപ്പോഴും നിരാശ മാത്രമാണ് ഫലം. റയലിൻ്റെ ആദ്യ ഗലാറ്റിക്കോയും PSG നെയ്മർ, മെസ്സി, എംബാപ്പെ ത്രയവുമെല്ലാം ചാമ്പ്യൻസ് ലീഗ് കിനാവ് കണ്ടവർ മാത്രമാണ്. നേരെ മറിച്ച് ഇത്തിരി കുഞ്ഞൻ ടീമുകൾ സർപ്രൈസ് വിജയങ്ങളുമായി കിരീട നേട്ടങ്ങളിലേക്ക് വരെ എത്തും. അല്ലെങ്കിലും ഫുട്ബോളിൻ്റെ സൗന്ദര്യം ഇതിലൊക്കെ കൂടി തന്നെയാണല്ലോ. ക്ലോപ്പ് നട്ട മരത്തിൽ പൂക്കൾ വിരിച്ച സ്ലോട്ടിൻ്റെ വിജയഗാഥയൊക്കെ ഇനി മാറ്റിവെക്കാം. പണം വാരിയെറിഞ്ഞ് അയാൾ പണിതെടുത്ത ഈ ടീമിനെ വിജയവഴിയിൽ തിരിച്ചെത്തിക്കേണ്ടത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ലീഗിൽ 26 മത്സരങ്ങൾ ബാക്കിയുണ്ടെങ്കിലും 11-ൽ നിന്ന് 1-ലേക്ക് എത്താനുള്ള ദൂരം ചെറുതൊന്നുമല്ല. മിറാക്കിൾ ഓഫ് ഇസ്താംബുളിനെ പോലെ ഒരു അൾട്ടിമേറ്റ് കംബാക്ക് നടത്തി സ്ലോട്ട് കിരീടത്തിലെത്തുമോ? അതോ വൻ ഹൈപ്പിലെത്തി ഫ്ലോപ്പായി മാറിയവരുടെ ലിസ്റ്റിൽ സ്ലോട്ടും ടീമും ഇടം പിടിക്കുമോ? കാത്തിരിക്കാം.